ഹലോ, എല്ലാവർക്കും KD's റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കാണുന്ന 3 ഓപ്ഷനിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ആലു പൊറോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് ഒന്ന് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിവിടെ ചൂടുവെള്ളത്തിലൊന്നും അല്ല കുഴക്കുന്നത്, പച്ചവെള്ളത്തിലാണ്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് കുഴയ്ക്കണം. എത്രത്തോളം കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി ഒരു നനഞ്ഞ ടവലിട്ടതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 പച്ചമുളകും പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മളിത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇടത്തര സവാള നല്ല ചെറുതായിട്ട് കുനുകുനാന്നരിയണം. ഇത് തീരെ പൊടിപൊടിയായിട്ട് അരിയണം. ഇതുപോലെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് ഉടയ്ക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിൽ ചെറിയ കഷ്ണമൊന്നുമായിട്ട് കിടക്കാൻ പാടില്ല. നന്നായിട്ട് ഉടയ്ക്കണം. നന്നായിട്ട് ഉടച്ചാലേ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ ചേർക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിൻ്റെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചാറ്റ് മസാലയൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചാറ്റ് മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റായി. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി ഉരുളയായിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ഉരുളയേക്കാളും വലിയ ഉരുള വേണം എടുക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അത് നമുക്ക് ഈ ഉരുള പൊടിയിൽ മുക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം.
നമ്മൾ ഫില്ലിങ് വെച്ചു. ഇതുപോലെ മടക്കി കൊടുത്തു. ഇനി ഫില്ല് ചെയ്ത ഭാഗം കാണാതെ നമുക്കിതുപോലെ നന്നായി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് അല്പം പൊടിയിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കാം. പൊടി ഒത്തിരി കൂടിപ്പോകില്ല. ഫില്ലിംഗ് ഒക്കെ പൊട്ടി പോകാതെ പതുക്കെ വേണം പരത്തിയെടുക്കാൻ. നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്തത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു ചപ്പാത്തിക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കല്ല് ചൂടായി നമ്മൾ പരത്തി വെച്ചതിനകത്തേക്ക് കല്ലിലേക്ക് വെച്ച് കൊടുത്തു. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം എണ്ണ തൂത്തെടുക്കാം. എണ്ണയോ ഗീയോ എന്ത് വേണം തൂക്കാം. ഇതായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ അടുത്തത് ഇട്ട് കൊടുത്തു. നമ്മുടെ ആലു പൊറോട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ പൊട്ടറ്റോ ഒക്കെ സ്റ്റഫ് ചെയ്താണല്ലോ. പിന്നെ ഇത് സ്റ്റഫ് ചെയ്തിട്ട് പരത്തുമ്പം പൊട്ടിപ്പോകാൻ സൂക്ഷിക്കണം. ഇപ്പം ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻ്റ് ഇടണം. ഇനി നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ആയിട്ട് കാണാം. ടാറ്റാ.